ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷം ഒരിക്കലും ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നിൽക്കരുത്. ഇനി നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളിയും ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്, വിട്ടേക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിംഗ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണ് ഈ ഒരു സമയത്ത്? അവരുടെ കറണ്ട് ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണ്? കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണ്? കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ. മാസ്റ്റർ കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ് മാസ്റ്റർ കാർഡായിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ്ങിനെ കുറിച്ചാണ് അവർ ഈ ഒരു സമയത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഈ വ്യക്തി ഇങ്ങനെയെല്ലാം ചിന്തിക്കുമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷയില്ലാത്ത ഒരു സാഹചര്യമായിരിക്കാം ഈ ഒരു സമയത്ത്. ഒരിക്കലും ഇതിങ്ങനെ ഒരു നിങ്ങളുടെ റിലേഷൻ ഇനി ഓക്കെ ആയി വരുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ആ ഒരു സാഹചര്യമായിരിക്കാം. എങ്കിലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് ഇപ്പോൾ ചിന്തിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു സെപ്പറേഷൻ പീരീഡ് മേ ബി നിങ്ങൾ ഈ സമയത്ത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. നിങ്ങൾ രണ്ടുപേരും പരസ്പരം ആഴത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങൾക്കായിട്ട് ഒരു മാനിഫെസ്റ്റേഷൻ വരെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു സമയത്ത് അവരുടെ ലൈഫിലെ ആ ഒരു സ്പേസ് നിങ്ങളില്ലാത്ത അവിടെ ഇങ്ങനെ ശൂന്യമായി കിടക്കുന്നു. ആ ഒരു സ്പേസിൽ അവിടെ ശൂന്യമായി കിടക്കുന്ന ആ ഒരു സ്പേസ് അവർക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. ഇനിയും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് കഴിയില്ല. എത്രയും വേഗം നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് തിരികെ വരണം. അപ്പൊ ഈ വ്യക്തി ഇപ്പോൾ അമിതമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ. മേ ബി ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാകും. ഒരുപാട് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ലൈഫിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. ഒരുപാട് വേദനകൾ ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റിൽ ഈ വ്യക്തിയിൽ നിന്നും പല എക്സ്പീരിയൻസ് ഒക്കെ വന്നിട്ടുമുണ്ടാകാം. ഇതെല്ലാം ഒരു സോൾ കോണ്ടാക്ട് ആണ് എന്നാണ് കാണുന്നത്. നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കുക. മേ ബി നിങ്ങൾ തമ്മിൽ ഉള്ള ഈ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സ് ആയിട്ട് നൽകിയിട്ടുള്ള ഒരു സോൾ കോൺട്രാക്ട് പോലത്തെ ഒരു സംഭവമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങൾ തമ്മിൽ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ കുറച്ച് എക്സ്പീരിയൻസുകൾ നിങ്ങളുടെ ലൈഫിൽ എടുക്കേണ്ടതായിട്ടുമുണ്ട്. അതാണ് ഇവിടെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു വേദനകളും വിഷമങ്ങളും ഈ സെപ്പറേഷനും ഒക്കെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. കാരണം പലരും ഇവിടെ ചിന്തിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ഇങ്ങനെ ഞങ്ങൾക്കുണ്ടായത്? ഇത്രയും അധികം സ്നേഹമുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയും വേദന ഉണ്ടാകുന്നത്, ഇത്രയും ഒരു സ്ട്രഗിൾ ഉണ്ടാകുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. മറ്റാർക്കും ഈ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, ഞങ്ങൾക്ക് മാത്രമേ ഉള്ളല്ലോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ അതിനുള്ള ഒരു ആൻസർ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും, അല്ലെങ്കിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഈ വ്യക്തി നിങ്ങളിൽ ഇപ്പോൾ വളരെയധികം അഡിക്റ്റഡ് ആണ്.
ഫിസിക്കലി ആൻഡ് സ്പിരിച്വലി ഈ വ്യക്തി നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ വ്യക്തി അത്രയും ഒരു ഡീപ്പായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അത്രയധികം ഒരു അൺകണ്ടീഷണൽ ആയി അവർ നിങ്ങളെ സ്നേഹിക്കുന്നു. ആ ഒരു പ്രണയവുമായിട്ട് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹം നേടിയെടുക്കാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് തിരികെ വരും. ഒരിക്കലും അത് സംഭവിക്കില്ല, അത് ഇമ്പോസിബിൾ ആണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതായിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അത്രയും ഒരു സ്നേഹവുമായിട്ട് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും. മേ ബി നിങ്ങൾക്ക് പല സമയത്തും ഈ വ്യക്തിയെ ഒരു കാർമിക് പാർട്ട്ണർ ആണ് എന്ന് പോലും തോന്നിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ടോക്സിക് ആണ് എന്നൊക്കെ തോന്നിയിട്ടുണ്ടാകും. പക്ഷെ അത് നിങ്ങളുടെ ഒരു ഇല്യൂഷൻ മാത്രമാണ് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാകുന്നത്. അതാണ്. അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സണ് വേണ്ടി അല്ലെങ്കിൽ അവരെ ഇനിയും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നിങ്ങൾ ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒത്തിരി കാര്യങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് കറക്റ്റ് ചെയ്യാനായിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പരസ്പരം ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങളുമായിട്ടുള്ള അവർക്ക് നിങ്ങളോടുള്ള പല തെറ്റിദ്ധാരണകളും നിങ്ങൾക്ക് അവരോടുള്ള പല തെറ്റിദ്ധാരണകളും ഒക്കെ അതിൻ്റെയൊക്കെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ടുണ്ട്. മേ ബി ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം ഈ ഒരു സെപ്പറേഷന് കാരണമായത്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാവാം. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് സ്നേഹമില്ല എന്നും നിങ്ങൾക്ക് മാത്രമാണ് അവരോട് സ്നേഹമുള്ളതെന്നും ഒക്കെ വരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. അതെല്ലാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ ഒരു സെൽഫിഷ് ആണ്, ആ വ്യക്തിയുടെ കാര്യം മാത്രമേ ഉള്ളൂ, അത്തരത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. അതെല്ലാം നിങ്ങളുടെ ഒരു തോന്നൽ മാത്രമാണ്. ഈ വ്യക്തിയുടെ സ്നേഹം ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ അവർ ഹൈഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് അവരുടെ ഒരു ഫീലിങ്സ്. അപ്പൊ അവരുടെ സിറ്റുവേഷൻസ് ഒക്കെയും അവർ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോലും കഴിയാത്തത്. യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഒരു ആൻസർ തരികയാണ്. തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കായിട്ട് അത്രയും അധികമായിട്ടുള്ള ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു പ്രണയമാണ് ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു റീബർത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾ അത്രയധികം വിഷമത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു കടന്നു പോകുന്നത് അതിലും ഉപരിയായിട്ടുള്ള ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കിൾ പോലെ വന്നു ചേരും എന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നിങ്ങളോട് ഇതുവരെയും ഒരു കാണിക്കാത്ത, പ്രകടിപ്പിക്കാത്ത, ചെയ്തിട്ടില്ലാത്ത ഒരു സ്നേഹവുമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രണയവുമായിട്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാണുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം സത്യസന്ധമായിട്ടുള്ളത് തന്നെയാണ് എന്ന് നമുക്കിവിടെ വ്യക്തമാകുന്നുണ്ട്. ഇവിടെ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒരു സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും നിങ്ങളുമായിട്ട് ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് ആ ഒരു ഫീലിങ്സ് ഒക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നുണ്ടാകാം. ഈ ഒരു വ്യക്തിയെ ഒരുപാട് നിങ്ങൾ ഡ്രീംസിലൊക്കെ കാണുന്നുണ്ടാകാം. ഈ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും കാണുന്നുണ്ടാകാം. അതൊക്കെ ഈ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഫീലിങ്സുകൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. അപ്പൊ നിങ്ങൾക്കും ആ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നത് എത്ര നിങ്ങൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചാലും ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഒരിക്കൽ പോലും മറക്കാൻ പോലും കഴിയുന്നില്ല. എപ്പോഴൊക്കെ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തകൾ ഉണ്ടാകുന്നു, ആ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളെ കുറിച്ചും ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വ്യക്തമാകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് ഒന്ന് എടുത്ത് നോക്കാം. ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസുകൾ നമുക്ക് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് വരുന്നത് 2005 എന്ന് പറയുന്നൊരു വർഷമാണ്. അതുപോലെ തന്നെ ക്രേസ് ഓൺ വെഹിക്കിൾസ്, വണ്ടികളോട് ക്രേസ് ഉള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ടോക്കറ്റീവ്, നിങ്ങളുടെ പേഴ്സൺ വളരെ സംസാരിക്കാനായിട്ട് ഒത്തിരി താല്പര്യമുള്ള വ്യക്തികളായിരിക്കും, ടോക്കറ്റീവ് ആയിരിക്കാം. ഗോൾഡൻ കളർ, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ഗോൾഡൻ കളർ ആയിരിക്കാം ഇഷ്ടമുള്ള കളർ എന്ന് വിചാരിക്കുന്നു. 1992 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 1980, ലോങ് ഡിസ്റ്റൻസ്, 1 വീക്ക്, ബ്ലൂ കളർ, ലെറ്റർ F, ബ്രൗൺ കളർ, യോഗ, ചെസ്,
48 222 എന്ന് പറയുന്ന റേഞ്ചിൽ നമ്പർ. ഫെബ്രുവരി മന്ത് ആലപ്പുഴ ജില്ല. ഹെൽത്ത് ഇഷ്യൂസ്. ലെറ്റർ ആർ പാലക്കാട് ജില്ല. ലോങ് നെയിൽ. ലെറ്റർ എൻ ഐസ്ക്രീം ലവർ. 1989. Number 40 riding. Social media. Short tempered. 639 777. Gaming. മ്യൂസിക്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങും അതുപോലെ ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.